കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ ദേശീയ പണിമുടക്ക് തുടരുകയാണ്. പൊതുമേഖലാ സ്വകാര്യവൽക്കരണം, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകളെ അടക്കം 17 ആവശ്യങ്ങൾ ഉയർത്തിയാണ് പണിമുടക്ക്. 10 തൊഴിലാളി സംഘടനകൾ ദേശീയ പണിമുടക്കിന്റെ ഭാഗമാകുന്നു. എല്ലാ സംഘടിത തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം 26,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കുക, പൊതുമേഖലാ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നയത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുക എന്നീ ആവശ്യങ്ങളാണ് തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനവും ഈ ഒരു സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്കിന്റെ ഭാഗമാകുകയാണ്. BMS ഒഴികെ നേരത്തെ പറഞ്ഞു 10 തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായി പണിമുടക്ക് സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്ത് ഏത് രീതിയിലാകും ഈ ഒരു പണിമുടക്കിന്റെ പ്രതിഫലനം? നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആതിര ചേരുന്നു, മധ്യ കേരളത്തിൽ നിന്ന് കിരൺ ചേരുന്നു, വടക്കൻ കേരളത്തിൽ നിന്ന് രാകേഷ് ചേരുന്നു. ആദ്യം ആതിരയിലേക്കാണ്. ആതിര, തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ ഏതാണ്ട് 7 മണിക്കൂറാകുന്നു. എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഓട്ടോകൾ പോകുന്നുണ്ട്, ടാക്സികൾ, 4 വീലേഴ്സ് ഒക്കെ ഉണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ, ഈ ഒരു സമയത്തെ ഒരു ബന്ദിൻ്റെ, അല്ലെങ്കിൽ ബന്ദ് നമുക്ക് പറയാമോ എന്ന് അറിയാറായിട്ടില്ല, എങ്കിൽ കൂടിയും ഈ ഒരു പണിമുടക്കിൻ്റെ ഒരു ദൃശ്യങ്ങളും കാഴ്ചകളും? സ്വപ്ന, ദേശീയ പണിമുടക്ക് ഇപ്പോൾ 7 മണിക്കൂർ പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഇവിടെ വലിയ രീതിയിൽ ഈ പണിമുടക്ക് ബാധിച്ചോ എന്നത് സംശയമാണ്. കാരണം ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ടാക്സികളും ഓട്ടോകളും നിലവിൽ സർവീസ് നടത്തുന്നുണ്ട്. ഈ നെയ്യാറ്റിൻകര ഭാഗത്ത് 12ഓളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ 1-2 ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്ന കാര്യം ഇവിടെ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം സംശയമാണ്. ആളുകൾ എത്തുന്നുണ്ട് വലിയ രീതിയിൽ. തിരുവനന്തപുരത്ത് ഒരു തലസ്ഥാന നഗരത്ത് സാധാരണ കാണുന്ന തിരക്കിൻ്റെ അത്രയും ഇല്ലെങ്കിലും രാവിലെയാണ് ഈ സമരത്തിൻ്റെ പണിമുടക്കിൻ്റെയൊക്കെ ഒരു തുടക്കമാകുന്നതേയുള്ളൂ. ആളുകൾ എത്തിത്തുടങ്ങുന്നു. ഈ ദൂരയാത്ര ചെയ്തു വരുന്ന ആളുകളുണ്ട്. ഇവരുടെയൊക്കെ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല. കാരണം ബസ്സുകളും ടാക്സികളും സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ സർവീസ് നടത്തുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ ഈ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തി കഴിഞ്ഞാൽ തടയാനായി ഈ CIT ഉൾപ്പെടെയുള്ള സംഘടനകളും തയ്യാറാണ്. പക്ഷേ വലിയ രീതിയിലുള്ളൊരു പോലീസ് സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു പണിമുടക്ക് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ, കാര്യമായ രീതിയിൽ ബാധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ആളുകൾ സാധാരണ ഒരു ജീവിതം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പക്ഷേ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷേ KSRTC സർവീസ് എന്തെങ്കിലും നടത്തുന്നുണ്ടോ? KSRTC സ്വപ്ന, ഇപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു 3 KSRTC ഇവിടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്തുന്നുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും സർവീസ് നടത്തുന്നത് നമ്മൾ ആ കാഴ്ച കണ്ടിരുന്നു. നെയ്യാറ്റിൻകരയിൽ അതുപോലെ തന്നെ 12ഓളം ബസ്സുകൾ, KSRTC ബസ്സുകൾ സർവീസ് നടത്തിയതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ ബസ് തൊഴിലാളികൾ വലിയ രീതിയിൽ ഇതിനോട് സഹകരിക്കുന്നില്ല. ഈ തിരുവനന്തപുരം KSRTC സ്റ്റാൻഡിലെ ജീവനക്കാരെല്ലാം തന്നെ KSRTC സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റാൻഡിൽ തടയാനായി CITU പ്രവർത്തകരും ഈ ബസ് സ്റ്റോപ്പുകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് നിലവിലെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. പക്ഷേ നിലവിലൊരു 3 ബസ്സോളം സർവീസ് നടത്തിയിരുന്നു. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ, യാതൊരു തടസ്സവും കൂടാതെ 3ഓളം ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. നമുക്കറിയാം, ഈ തിരുവനന്തപുരം പോലെയുള്ള ഒരു നഗരമാണ്, ഈ പറഞ്ഞതുപോലെ സർക്കാർ ജീവനക്കാരൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്. മെഡിക്കൽ കോളേജിലേക്കും RCCയിലേക്കും ഒക്കെ നിരവധി രോഗികളടക്കം വരുന്ന ഒരു സമയവും സാഹചര്യവും ഒക്കെയാണ്. ഒരുപക്ഷെ അതൊന്നും മാറ്റിവെക്കാൻ പറ്റാത്ത കാര്യങ്ങളുമാണ്. ഒരു പകരം സംവിധാനം എന്നടക്കം എനിക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസ് ബസ്സുകളടക്കം ഈ പകരം സംവിധാനം ആളുകളെ കൃത്യമായി എത്തിക്കുന്നത്, ഇതൊക്കെ സുഗമമായി നടക്കുന്നുണ്ട്. സ്വപ്ന, തീർച്ചയായും പോലീസ് ഉൾപ്പെടെ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കാരണം യാത്രക്കാരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ദൂരയാത്ര ചെയ്തു വരുന്നവരാണ്. രോഗികളുണ്ടാകാം, ആശുപത്രി സന്ദർശിക്കുന്നവരുണ്ടാകാം. അത്തരത്തിൽ പല രീതിയിലുള്ള വരുന്ന യാത്രക്കാരാണുള്ളത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരുണ്ട്. അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കൂടാതെ യാത്ര ചെയ്യാൻ സാധിക്കണം. അവരെ സുരക്ഷിതമായ രീതിയിൽ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കണം എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ പോലീസ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത തന്നെ ഇല്ല. കാരണം ഓട്ടോകളും ടാക്സികളും KSRTC ഉൾപ്പെടെ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ വരുന്ന മണിക്കൂറുകളിൽ ചിലപ്പോൾ ഈ പണിമുടക്കിൻ്റെ വരും മണിക്കൂറുകളിൽ ഏത് രീതിയിലായിരിക്കും ഈ
പണിമുടക്ക് പൊതുപണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചിരിക്കുക എന്ന് ഒരു പ്രേക്ഷകൻ പറയാണ്. സർക്കാർ പണിമുടക്കുന്നുണ്ട്, എന്നിട്ട് ഡയസ് നോൺ പ്രഖ്യാപിക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ആരെ കാണിക്കാനാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ മധ്യകേരളത്തിലെ വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, ഈ പറഞ്ഞതുപോലെ ഒരു 7 മണിക്കൂർ കഴിയുകയാണ്. പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളടക്കം കൂടുതൽ സർവീസ് നടത്തുന്ന ഒരു ഭാഗമാണ്, ഒരു മേഖലയാണ്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ്സുകൾ അവരുടെ പണിമുടക്ക്, അവരുടെ സമരമായിരുന്നു. ഇന്നിപ്പോൾ 2ാം ദിവസത്തിലേക്കും അവർ ഈ ഒരു പണിമുടക്കുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ജനജീവിതത്തെ അടക്കം ബാധിക്കുമോ? എങ്ങനെയാണ് ഈ ഒരു മണിക്കൂറുകൾ, നിരത്തുകളിലെ കാഴ്ചകളും ഒക്കെ? സ്വപ്ന, എറണാകുളം ജില്ലയെ സംബന്ധിച്ച പണിമുടക്ക് പൂർണ്ണമാണ്. രാവിലെ മുതൽ തന്നെ വാഹനങ്ങൾ കുറഞ്ഞ ഒരു നിരത്തുകളാണ് പൊതുവെ കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല പല സ്ഥലങ്ങളിലും പോലീസ് തമ്പടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പ്രധാന ജംഗ്ഷനുകളിലെല്ലാം തന്നെ പോലീസിന്റെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ തൊഴിലാളി സംഘടനകളുടെ പ്രകടനം നഗരത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചിരുന്നത്. ഈ പ്രകടനങ്ങൾ വരുന്ന സമയത്ത് മറ്റനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ വലിയ രീതിയിൽ തന്നെ ജനജീവിതത്തെ ഈ പണിമുടക്ക് ബാധിക്കാതിരിക്കുന്ന തരത്തിലുള്ള കാഴ്ച തന്നെയാണ് എറണാകുളം ജില്ലയിലും കാണാൻ സാധിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങളൊക്കെ എല്ലാം തന്നെ നിരത്തിലിറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും പണിമുടക്കിന് സമാനമായ സാഹചര്യം തന്നെയായിരുന്നു എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ പ്രൈവറ്റ് ബസ്സുകൾ ഇത്തരത്തിൽ പണിമുടക്ക് നടത്തിയിരുന്നു. എന്നാൽ അത് വലിയ രീതിയിൽ തന്നെ ജനജീവിതത്തെ ബാധിച്ചിരുന്നില്ല. കൊച്ചിയെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് ഈ പ്രൈവറ്റ് വാഹനങ്ങളെയാണ്, പ്രൈവറ്റ് ബസ്സുകളെയാണ്. അത് അത്തരം ഒരു സമരം ആരംഭിച്ചതോടുകൂടി തന്നെ വലിയ രീതിയിൽ തന്നെ സ്വകാര്യ വാഹനങ്ങളെ നിരത്തിലിറക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നും ഈ കൊച്ചി മെട്രോയുടെ അടക്കമുള്ള പ്രവർത്തനങ്ങൾ, ഇതിന്റെ സർവീസുകൾ മുടക്കില്ല. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് സജീവമാകുന്ന കാര്യങ്ങൾ, കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമാധാനപരമായി ഈ സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷേ അത് സമാധാനപരമായിട്ടായിരിക്കും. അതിനെ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുമുണ്ട്. വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി രാകേഷ് ചേരുകയാണ്. രാകേഷ്, എന്താണ് വടക്കൻ കേരളത്തിലെ ഒരു അവസ്ഥ? രാവിലെ രാകേഷിൻ്റെ ബാക്കിൽ ഈ സൂചിപ്പിച്ചതുപോലെ വിജനമായ റോഡുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 വീലേഴ്സ് പോകുന്നുണ്ട്, ഒറ്റയും തെറ്റിയും ഒക്കെ ആയിട്ട്. എങ്ങനെയാണ് ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം ഇപ്പോൾ? സ്വപ്ന, നമുക്കറിയാം ഇന്നലെയുള്ള ഒരു സമരം ബസ് സമരമായിരുന്നു. ആ ബസ് സമരത്തിന് തൊട്ടു പിന്നാലെയാണ് ദേശീയ പണിമുടക്കും എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മലബാറിലാണ് കാര്യമായി തന്നെ ഇന്നലത്തെ സമരം ബാധിച്ചത്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്ന് ആളുകൾ ഒരു അവധിയുടെ മൂഡിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് തോന്നുന്നത്. ഇതുവരെയും സ്വകാര്യ ബസ്സുകളോ അല്ലെങ്കിൽ KSRTCകളോ ഒന്നും തന്നെ കാര്യമായി കോഴിക്കോടൊന്നും തന്നെ സർവീസ് നടത്തിയിട്ടില്ല. സ്വകാര്യ വാഹനങ്ങൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കാറുകൾ, ഒപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷകൾ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാരുമായി ചിലയിടങ്ങളിലേക്ക് പോകുന്നു. ഇത്തരത്തിലുള്ള ചില സ്വകാര്യ യാത്രകൾ ഒഴികെ പൊതുഗതാഗത സംവിധാനം എല്ലാം തന്നെ നിലച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. ഏതായാലും ഈ സമരത്തെ നേരിടുന്നതിന് വേണ്ടി KSRTC ഡയസ് നോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗതാഗത മന്ത്രി സൂചിപ്പിച്ചിരുന്നെങ്കിലും KSRTC ജീവനക്കാരെല്ലാം തന്നെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളിലാണ് കൂടുതലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ KSRTC ഒന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. സർക്കാർ ഈ സമരത്തെ നേരിടുന്നതിന് വേണ്ടി ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ട്രേഡ് യൂണിയനുകൾ പ്രത്യേകിച്ച് 10 പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളാണ് ഒരുമിച്ച് സമരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എത്രമാത്രം ഫലം കാണുമെന്ന് നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ തന്നെ എത്രമാത്രം ഫലം കാണുമെന്ന് നമുക്ക് പറയാനാവില്ല. ഏതായാലും പലോളം ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള തുടരുകയാണ്. ഈ സമരം കാര്യമായി തന്നെ മലബാറിൽ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് തന്നെ പൊതുജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. സ്വപ്ന, എന്തായാലും അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, അത് എത്രത്തോളം എന്തായാലും വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. 2 വീലേഴ്സും 4 വീലേഴ്സും ഒക്കെ പോകുന്നുണ്ട്. ആരും മടിപിടിച്ചിരിക്കേണ്ട, എല്ലാവരും ജോലിക്കൊക്കെ പോകാൻ തയ്യാറായിക്കോളൂ. നമുക്ക് ഏതാശയങ്ങളോടും ഉള്ള നമ്മളുടെ ആ ഒരു ഏതാശയങ്ങളോടും നമുക്കുള്ള ആ ഒരു നമുക്ക് എന്താണോ അതിനോടുള്ള ഒരു പ്രതിഫലനം, അത് സമാധാനപരമായി അത് അത് കാണിക്കുകയും വേണം. പക്ഷേ അതേസമയം തന്നെ അക്രമാസക്തമായ അല്ലെങ്കിൽ മറ്റുള്ളവരെ അവരുടെ മൗലിക അവകാശങ്ങളിൽ നിന്നൊക്കെ വിലക്കുന്ന രീതിയിലുള്ള തലത്തിലേക്കൊക്കെ ഈ സമരങ്ങൾ മാറാതിരിക്കുന്നതാകും എപ്പോഴും എല്ലാ കാലവും നല്ലത്.